ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ കുചേല ചരിതമാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത്. സാധാരണ ഒരു ദരിദ്ര ബ്രാഹ്മണ കുലമായിരുന്നു സുധാമാവിൻ്റെ എന്നുള്ളത് സ്പഷ്ടമാണ്. നിത്യവൃത്തി കഴിച്ചുകൂട്ടാൻ തന്നെ തൻ്റെ സ്വധർമാനുഷ്ഠാനത്തിലൂടെ സാധിക്കാത്ത ഒരവസ്ഥ. ഭാര്യയും കുട്ടികളും വളരെയധികം ബുദ്ധിമുട്ടി ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ സുധാമാവിൻ്റെ ഭാര്യ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പ്രാണനാഥ, ഭാഗ്യദേവതയുടെ ഭർത്താവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അങ്ങയുടെ സുഹൃത്താണ്, ഉത്തമ സുഹൃത്താണെന്ന് എനിക്കറിയാം. അങ്ങ് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനുമാണ്. അദ്ദേഹമാണെങ്കിൽ തൻ്റെ ഭക്തരെ സഹായിക്കാൻ സദാ സന്നദ്ധനാണ് താൻ. ഭഗവാന് ഭക്തിയുത സേവനം ഒന്നും ചെയ്യുന്നില്ലെന്ന് അങ്ങ് കരുതുന്നെങ്കിൽ പോലും അങ്ങ് അദ്ദേഹത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിതാത്മാവാണ്. അങ്ങനെയുള്ളവരുടെ രക്ഷകനാണ് ഭഗവാൻ. സർവോപരി വൈദിക സംസ്കാരത്തിൻ്റെ ഉത്തമ മാതൃകയായ ഭഗവാൻ ബ്രാഹ്മണ സംസ്കാരത്തിന് അനുകൂലവുമാണ്. അദ്ദേഹത്തിന് ബ്രാഹ്മണരെ വളരെ പ്രിയവുമാണ്. അദ്ദേഹത്തിന് യോഗ്യരായ ബ്രാഹ്മണരോട് അത്യന്തം കരുണയുമുണ്ട്. പരമപുരുഷൻ സുഹൃത്തായതിനാൽ അങ്ങ് അത്യന്തം ഭാഗ്യവാനാണ്. അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിതാത്മാവായിരിക്കുന്ന അങ്ങേപ്പോലുള്ളവർക്ക് ഒരേ അഭയം ഭഗവാൻ കൃഷ്ണനാണ്. പണ്ഡിതനും പുണ്യവാനും പൂർണ്ണവുമായിട്ട് ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനുമാണ് അങ്ങ്. ഈ പരിതസ്ഥിതിയിൽ ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് അങ്ങയ്ക്ക് ആശ്രയം. അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാലും അങ്ങയുടെ ദാരിദ്ര്യാവസ്ഥ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങ് ഒരു ഗൃഹസ്ഥനും കൂടിയാണ്. അതിനാൽ പണമില്ലാത്ത അവസ്ഥ അങ്ങയ്ക്ക് അത്യന്തം ദുഃഖകരമാണ്. എന്നാൽ അദ്ദേഹത്തിന് അങ്ങയുടെ സ്ഥിതി ബോധ്യപ്പെടുന്ന മാത്രയിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ട സമ്പത്ത് അദ്ദേഹം അങ്ങയ്ക്ക് തരികയും ചെയ്യും. ഇപ്പോൾ ഭോജ വൃഷ്ണി അന്ധകന്മാരുടെ രാജാവാണ് ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹം ഒരിക്കലും തലസ്ഥാന നഗരമായിരിക്കുന്ന ദ്വാരക വിട്ടു പോകാറില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ ഒന്നും വ്യാപൃതനാകാതെ അദ്ദേഹം അവിടെ തന്നെ വസിക്കുന്നു. അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും തന്നെയും നൽകാൻ തക്ക ദയാലുവും ഉദാരമനസ്കനുമാണ് അദ്ദേഹം. തന്നെ ഭക്തർക്ക് നൽകാൻ തയ്യാറുള്ള ആൾ എന്തെങ്കിലും ഭൗതിക ധനം നൽകുന്നതിൽ അത്ഭുതം എന്താണുള്ളത്? ഭക്തൻ സ്ഥിരനിഷ്ഠനല്ലെങ്കിൽ അദ്ദേഹം ഏറെ ധനമൊന്നും നൽകില്ല. എന്നാൽ അങ്ങയുടെ കാര്യത്തിൽ ഭക്തിയുത സേവനത്തിൽ അങ്ങ് എത്രമാത്രം നിഷ്ഠയുള്ളവനാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അറിയാവുന്നതുമാണ്. അതിനാൽ നിത്യജീവിതത്തിന് മുട്ടുവരാതെ കഴിയാൻ വേണ്ട ധനമെങ്കിലും തരാൻ അദ്ദേഹത്തിന് മടി കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇവിടെ ഭാര്യ തൻ്റെ ഭർത്താവിനെ പറ്റിയും ഭഗവാൻ കൃഷ്ണനെ പറ്റിയും മുഴുവനായിട്ട് അറിയാം. ഉത്തമ സുഹൃത്താണെന്നറിഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അതനുസരിച്ച് അനുഗ്രഹിക്കുന്ന വിശാല മനസ്കനാണ് ഭഗവാൻ. അതുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ ഭഗവാനെ ആശ്രയിച്ച് വേണം ജീവിക്കാൻ. അതായത് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കണം. നമ്മൾ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കണം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ആശ്രയിക്കാം, പക്ഷെ വ്യവഹാരത്തിന് ഈശ്വരനെ ഉപയോഗിക്കരുത്. അവിടെയാണ് ഭൗതിക നേട്ടങ്ങളിൽ ഇഷ്ടഭോഗങ്ങളെ ഭഗവാൻ നൽകുന്നു പറഞ്ഞിട്ടുണ്ട്. കാമധേനുവിനെ പോലെ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഇഷ്ടഭോഗങ്ങളെ യഥാവിധി നൽകും. ആ കിട്ടുന്നതൊക്കെ തൻ്റെ എടുത്തു വെച്ചാൽ അത് ഭഗവാന്റെ മുമ്പിൽ കള്ളനാകുമെന്നും, എന്നാൽ അത് പരസ്പരം ഭാവയന്തക, പരസ്പര സഹവർത്തിത്വത്തിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു സഹവർത്തിത്വമുണ്ട്. അവിടെയാണ് പ്രകൃതി അനുഗ്രഹിച്ചുകൊണ്ട് യോഗക്ഷേമമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുക, അനായാസനം ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ പ്രകൃതിയെ മറക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മറക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ നല്ലവണ്ണം ശ്രീകൃഷ്ണനാരെന്നും തൻ്റെ ഭർത്താവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും യഥാർത്ഥ ശുദ്ധനായിരിക്കുന്ന ബ്രാഹ്മണനാണെന്നും അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ബ്രാഹ്മണപ്രിയനാണ്.
അതുകൊണ്ട് ബ്രാഹ്മണരെ സഹായിക്കാൻ ഒരു മടിയും കാണിക്കില്ല. പ്രത്യേകിച്ചും അങ്ങ് അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് ഇപ്രകാരം തികഞ്ഞ വിനയത്തോടുകൂടി ബ്രാഹ്മണ പത്നി വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ ഒടുവിൽ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ തന്നെ ബ്രാഹ്മണൻ തയ്യാറായി. ഭൗതിക ലാഭത്തിന് ഇത് പലവട്ടം പറഞ്ഞു, ഒരു ദിവസമൊന്നുമല്ല. കാണുമ്പോഴൊക്കെ, അതായത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് വേദങ്ങളും ഇല്ലേ, അതിനുള്ള ബ്രാഹ്മണന് വേണ്ട വേദവൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ട് തിരിച്ച് ഭിക്ഷ ഒന്നും കിട്ടാതെ വരികയും കുട്ടികളുടെ അവസ്ഥ സ്വയം രണ്ടുപേരും മനസ്സിലാക്കുകയും ദാരിദ്ര്യത്തിൽ അടുപ്പെത്തിക്കാൻ പോലും വകയില്ലാത്ത ഒരവസ്ഥയിൽ ഓരോ ദിവസവും തന്നെ ഭാര്യ ഇങ്ങനെ ഭർത്താവിനോട് പറയും, ആ ശ്രീകൃഷ്ണനൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അങ്ങയുടെ നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ തീരുമല്ലോ, എല്ലാം അറിയുന്നവരല്ലേ, അങ്ങയെപ്പറ്റി എല്ലാം. അപ്പോൾ ശ്രീകൃഷ്ണൻ ആയിട്ട് പണ്ട് നടന്നിരുന്ന ഒരു മുഖം കാണിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു തെറ്റ് ഈ ബ്രാഹ്മണന് പറ്റിയിട്ടുണ്ട്. വിശപ്പിൻ്റെ വിളി കൊണ്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റേതായ സങ്കോചമുണ്ട്. പിന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയും കുചേലനെ സംബന്ധിച്ചിടത്തോളം ബാധിച്ചുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഭഗവാൻ എല്ലാം അറിയുന്നവനല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ ഭഗവാൻ അറിയാമല്ലോ, അതറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. ഞാൻ ശുദ്ധനായ ബ്രാഹ്മണൻ ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈശ്വരോന്മുഖമായിട്ടുള്ള ആത്മബോധത്തോട് തന്നെയാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ ഭൗതികമായിട്ട് എൻ്റെ കുടുംബം ബുദ്ധിമുട്ടിലാണെന്ന്, ഞാൻ നിത്യദാരിദ്ര്യത്തിലാണ് എന്നുള്ളതും ഭഗവാൻ സ്വയം അറിഞ്ഞുകൂടെ എന്നൊരു ഭാവം ഇവിടെ നമുക്കൊക്കെ സാധാരണ ഉണ്ടാകും. ഭഗവാൻ എല്ലാം അറിയുന്നവനല്ലേ, എന്നാൽ പിന്നെ ഈ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞുകൊണ്ട് തരണ്ടേ എന്നൊക്കെ തോന്നും. ഇതൊക്കെ സാധാരണ ജീവിതത്തിലും സംഭവിക്കും നമുക്ക്. ഇപ്പം അച്ഛനും അമ്മയും അമ്മ ഇല്ലെങ്കിൽ അച്ഛനോ വയസ്സായിരിക്കുന്ന സമയത്ത് മക്കൾ ജോലിക്കാരൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ശമ്പളമോ അല്ലെങ്കിൽ മക്കൾക്ക് കിട്ടുന്ന സമയത്ത് അവർ പെൻഷനറായിക്കോട്ടെ എന്തൊക്കെ ആയാലും വേണ്ടില്ല, അവനവൻ്റെ മക്കൾ എന്തെങ്കിലും എല്ലാ മാസമോ ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും എന്തെങ്കിലും അച്ഛന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കൊടുക്കാമെന്നൊരു ഭാവമുണ്ട്. ചോദിക്കില്ല, ചോദിക്കാനുള്ള ഭാവം വരുമ്പോഴും അത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ, ഞാൻ എന്തിനാ ചോദിക്കണേ, അവൻ അറിഞ്ഞ് ചെയ്യണ്ടേ, ഇല്ല അവൾ അറിഞ്ഞ് ചെയ്യണ്ടേ എന്നൊരു ഭാവത്തിലാണ് എല്ലാവരും. അവരവരുടെ ഈഗോ എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള പൂർണ്ണമായിട്ട് വിടില്ല. മക്കളെന്താ വിചാരിക്കുക, അച്ഛനും അമ്മയ്ക്കോ വല്ലതും വേണമെങ്കിൽ ചോദിച്ചുകൂടെ, ചോദിച്ചാൽ ഞാൻ തരില്ലേ, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ രണ്ടുപേരും അറിഞ്ഞോ അറിയാതെയോ വരുന്ന ഈഗോയിസം എന്ന് പറയുന്നത് നമ്മുടെ ജന്മവാസനയായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഭഗവാനും ഇതേ സ്വഭാവമാണ്. കരയുന്ന കുട്ടിക്ക് പാല് കൊടുക്കുള്ളൂ, പരിഗണിക്കുന്നവരെ അവഗണിക്കില്ല, അവഗണിക്കുന്നവരെ പരിഗണിക്കില്ല. അപ്പം നമുക്കെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുക തന്നെ വേണം, ചോദിക്കുക തന്നെ വേണം. ഭഗവാൻ എല്ലാം അറിയാമല്ലോ, എന്നാൽ പിന്നെ അറിഞ്ഞ് നൽകിക്കൂടെ എന്നൊരു ഭാവം സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന പോലെ തന്നെ ഒരു പക്ഷേ സുധാമാവനും ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് പോയിട്ട് എൻ്റെ അവസ്ഥ നിത്യഭക്തനാണ്, അപ്പം എൻ്റെ അവസ്ഥയൊക്കെ ഭഗവാൻ അറിയാമല്ലോ, അപ്പം അറിഞ്ഞുകൊണ്ട് നൽകണ്ടേ എന്നൊരു ഭാവത്തിലാണ് ഈ കുചേലനും ഭഗവാന്റെ ഓടുള്ള മനോഭാവം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പലവട്ടം ഭാര്യ പറയുന്നുണ്ട്, ഭഗവാനെ പോയി ആശ്രയിക്കൂ, ഭഗവാനോട് പോയിട്ട് ബുദ്ധിമുട്ട് പറയൂ, എന്തെങ്കിലും സഹായം കിട്ടാതിരിക്കില്ല, യാതൊരു സംശയമില്ല, അത്ര കാരുണ്യവാനാണ്. അദ്ദേഹത്തിനെ സമീപിക്കുന്നവർക്കും ഏതേത് ഭാവത്തിൽ ഭജിക്കുന്നു അതാത് ഭാവത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും തഥാസ്തു എന്ന് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളെ ഒരിക്കലൊന്ന് പോയി കണ്ടുകൂടെ എന്ന് ഭാര്യ പലവട്ടം ചോദിച്ചിട്ട് ഒരു വട്ടം മാത്രം ഈ ബ്രാഹ്മണന് തോന്നി, ഈ ഭാര്യ പറയുന്നത് എന്തായാലും വേണ്ടില്ല, ഭഗവാനെ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് അതിന് ഒരു മനസ്സ്, മുഴുവൻ മനസ്സോടെയല്ല എന്നാലും തയ്യാറായി. ഭൗതിക ലാഭത്തിനായിക്കൊണ്ട് ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ടതില്ലെന്നാണ് സുധാമാവ് തീരുമാനിച്ചിരുന്നത്. ഇത് തന്നെയാണ് സാധാരണ. ഭഗവാനെല്ലാം അറിയാമല്ലോ, പിന്നെ നമ്മളായിട്ട് എന്തിനാ ചോദിക്കണേ എന്നൊരു ഭാവം അവിടെ പ്രകടമാണ്. എന്നാൽ ഭാര്യയുടെ ആവർത്തിച്ചുള്ള അപേക്ഷ അദ്ദേഹത്തിന്റെ മേൽ ശക്തിയായ പ്രേരണ ചെലുത്തിയതിന്റെ പേരിൽ, അതാണ് നിർബന്ധം കൊണ്ടാണ്, പൂർണ്ണ മനസ്സോടെയൊന്നുമല്ല, പുറപ്പെടാൻ തീർച്ചയാക്കി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അവിടെ പോയാൽ ഭഗവാനെ നേരിൽ കാണാമല്ലോ, അദ്ദേഹത്തോട് ധനം ചോദിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണല്ലോ, അതുകൊണ്ട് എന്തായാലും പോയേക്കാം. അപ്പം എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല, ഫലേച്ഛയോടുകൂടി അല്ല ഇവിടെ ഈ ബ്രാഹ്മണൻ സുധാമാവ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. മേൽ ശക്തിയായ പ്രേരണ ചെലുത്തിയതിൻ്റെ പേരിൽ എന്തായാലും പുറപ്പെടാൻ തീർച്ചയാക്കി.
അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അവിടെ പോയാൽ ഭഗവാനെ നേരിൽ കാണാമല്ലോ എന്നൊരൊറ്റ കാര്യം മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ. അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചാൽ തന്നെ അത് മഹത്തായ ഒരു കാര്യമാണല്ലോ എന്നാണ് സുധാമാവ് ചിന്തിക്കുക. അതുകൊണ്ട് പോകാൻ ഉറച്ചപ്പോൾ ഭഗവാന് തിരുമുമ്പിൽ കാഴ്ചയായിട്ട് സമർപ്പിക്കാൻ എന്തെങ്കിലും ആ വീട്ടിലുണ്ടോ എന്ന് അദ്ദേഹം പത്നിയോട് ചോദിച്ചു. പക്ഷെ എന്താണിപ്പോൾ കൊടുക്കുക? ഉടനെ അയൽപക്കത്തുള്ള കൂട്ടുകാരികളിൽ നിന്ന് 4 പിടി അവൽ ശേഖരിച്ച് കൊണ്ടുവന്ന് തൽക്ഷണം തുണിയിൽ കെട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം തൻ്റെ കുടുംബത്തിലൊന്നുമില്ല, എന്തെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കണ്ടേ, വെറും കൈയോടെ പോകാൻ പാടില്ല. ഒരു വയസ്സായ ആളെ കാരണവന്മാരെ കാണാൻ പോകുമ്പോഴും ഇല്ലെങ്കിൽ ഒരു ഈശ്വരനെ ഇഷ്ടദേവതയോ ഇല്ല ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴും വെറും കൈയായിട്ട് പോരെന്നാണ് പറയുക. എന്തെങ്കിലും ഒരു അമ്പലത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തുളസിപ്പൂവെങ്കിലും എടുത്തുകൊണ്ട് പോവുക. ഇനി വയസ്സായ ആൾക്കാരെ കാണാൻ പോവുകയാണെങ്കിലും അവരുടെ അടുത്തും വെറും കൈയോടെ പോയി കാണരുതെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഭഗവാനെ ദർശിക്കാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് ശരിയല്ല എന്ന് ബ്രാഹ്മണന് തോന്നിക്കൊണ്ട് ഭാര്യയോട് ചോദിച്ചു, എന്താ ഇപ്പം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഭഗവാന്റെ തിരുമുൻപിൽ വയ്ക്കാൻ സമർപ്പിക്കാൻ എന്താ ഉള്ളത്? അപ്പോൾ ഭാര്യ ആലോചിച്ചിട്ടും നോക്കിയിട്ടും ഒന്നും കാണാനില്ല. ദാരിദ്ര്യത്തിൻ്റെ അത്രമാത്രം കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ എന്താ എടുക്കുക? 1 മണി അരി പോലും ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? അടുത്തുള്ള അയലോക്കത്ത് നിന്നും കൂട്ടുകാരികളായിട്ടുള്ളവർ, ഇവരെ അറിയാവുന്നവരുടെ അടുത്ത് നിന്ന് അയൽപക്കത്ത് നിന്നും കൂട്ടുകാരികളിൽ നിന്നും 4 പിടി അവൽ ശേഖരിച്ച് കൊണ്ടുവന്ന് അതൊരു കഷ്ണം തുണിയിൽ കെട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഒട്ടും വൈകാതെ ഭഗവാനെ കാണാൻ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ദ്വാരകയിലേക്കുള്ള വഴി നീളെ ഭഗവാൻ കൃഷ്ണനെ കാണാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ മനസ്സ് നിറയെ കൃഷ്ണൻ മാത്രമായിരുന്നു എന്നർത്ഥം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ദാരിദ്ര്യ അവസ്ഥയിലാണ്. ഭിക്ഷയെടുത്തിട്ടാണെങ്കിലും അത് 4 പിടി അവല് ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് അത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു ഭാര്യ. ഇവിടെ ഒരു താത്വികമായിട്ടുള്ള ചിന്താഗതിയിൽ വെറും കൈയോടെ പോകരുത് ഭഗവാനെ കാണാൻ. അതിന് വേണ്ടിയിട്ട് ഭിക്ഷയെടുക്കേണ്ടി വന്നാൽ ബ്രാഹ്മണന്റെ ശരിക്കും ധർമ്മം തന്നെ ഭിക്ഷയെടുത്ത് ജീവിക്കുക എന്നുള്ള, വേദവൈദിക മാർഗത്തിലെ പൂജയില്ല, ഇങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് ധർമ്മം തന്നെ. അപ്പം ഭിക്ഷയെടുത്ത് തന്നെയാണ് ജീവിക്കുക. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലേ ആ കുടുംബത്ത് അടുപ്പിൽ തീ തന്നെ പോകാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഭാര്യ പരിചയമുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് ഓരോ പിടി 3-4 പേരുടെ അടുത്ത് പോയിട്ടാണ്, എല്ലായിടത്തും ഉണ്ട് ദാരിദ്ര്യം എന്നർത്ഥം. അന്ന് ഇന്നത്തെ പോലെ സുഭിക്ഷമായിട്ട് കഴിയാനുള്ള, ഇന്നെല്ലാവരും കഴിയുന്നത്, സർക്കാർ വരെ കഴിയുന്നത് കടമെടുത്ത പൈസ കൊണ്ടാണ്. എന്നിട്ട് ഈ കടമെടുത്ത പൈസ കൊണ്ട് സുഭിക്ഷമായിട്ട് കഴിയണം. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ആർക്കും ദാരിദ്ര്യമില്ല. റേഷൻ തന്നെ ഇപ്പം സാധാരണക്കാർക്ക് ഇപ്പം ഒന്നുമില്ലാതെ BPL താഴെയുള്ള ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ റേഷൻ കിട്ടുന്നത്, അത് അവർക്ക് പോലും മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറയണേക്കാം. അത്രമാത്രം സുഭിക്ഷമായിട്ട് കഴിയാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സത്യം നമ്മൾ ചിന്തിക്കണം, ഇതെല്ലാം കടം മേടിച്ച പൈസയ്ക്കാണ്. ഇപ്പം ഓണത്തിന് വരെ കിറ്റ് തരുന്നത് കടം മേടിച്ച പൈസയ്ക്കാണ്. അപ്പോൾ ഇത് വലിയൊരു ബാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഇപ്പോൾ ശ്രീലങ്കയിലെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം എന്നർത്ഥം. അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഏതൊക്കെ വഴിക്കാണ് വരുന്നത്? വെറുതെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കിട്ടിക്കൊണ്ട് ദാരിദ്ര്യം തീരുന്നതല്ല. നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ഒരു പിടി അവല് മേടിക്കാൻ തന്നെ ഈ ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ബ്രാഹ്മണൻ്റെ ഭാര്യ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് 4 പിടി അവല് ഭഗവാന് സമർപ്പിക്കാൻ പോലും കരുതിയത്, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയതെന്ന് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കണം. അധ്വാനിക്കാതെ, നമ്മൾ വേർക്കാതെ ഒരു ഫലവും ഇച്ഛിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്നൊക്കെ ആലസ്യതയും നമ്മളെ നിദ്രയും ബാധിക്കും. അതായത് തമോ ഗുണത്തിൻ്റെ ആധിക്യം ഉണ്ടാകും. നമ്മൾ ശരീരം കൊണ്ട് പോലും അധ്വാനിക്കാതെ അനായാസന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശരീര സംരക്ഷണം പോലും ബുദ്ധിമുട്ടായിട്ട് വരും എന്നർത്ഥം. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലുള്ളവർക്കൊക്കെ പണിയെടുക്കാൻ മടിയാ. ഒക്കെ സ്വിച്ചിട്ട കാര്യങ്ങളൊക്കെ സുഭിക്ഷമായിട്ട് നടക്കാൻ വേണം. ഇവിടെ റേഷൻ ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് 3 നേരം ഭക്ഷണം കഴിക്കാൻ ഇന്നാർക്കും, പുതിയ തലമുറയ്ക്ക് ആർക്കും ചോറൊന്നും വേണ്ട. അങ്ങനെ ഒരു സംഭവം കണ്ടെങ്കിൽ ആ ചോറ് തന്നെ ഫ്രൈഡ് റൈസ് ആക്കി കൊടുത്താൽ മാത്രമേ അവർ കഴിക്കൂ.
അപ്പോൾ ഒക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പോകുന്നത്. ഈ റേഷൻ മേടിച്ചാൽ എന്തുകൊണ്ടാണ് മിച്ചം പറഞ്ഞാൽ പണ്ടൊരു കാലം റേഷൻ കിട്ടുന്നത് തയ്യാറില്ലായിരുന്നു, ഇപ്പോൾ കിട്ടിയത് മിച്ചം. എന്നാൽ ഇതൊന്ന് പ്രായോഗിക തലത്തിൽ എത്രമാത്രം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അന്വേഷണമോ അതിനെപ്പറ്റി ഒരു പഠനമോ ആരും ചെയ്യുന്നുമില്ല. തന്നെ വെറുതെ കേന്ദ്രവും ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇഷ്ടം പോലെ കടമെടുത്ത പൈസ കൊണ്ട് ഈ റേഷനൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് ശരിക്കും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇതെല്ലാവരും വിശപ്പ് മാറ്റാനാണോ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പം ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ശരിക്കും കുചേലനും കുചേലപത്നിയും അനുഭവിച്ചതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇന്നാർക്ക് ആ തരത്തിലൊരു ദാരിദ്ര്യമൊന്നുമില്ല. അപ്പം ആ കിട്ടിയതിൻ്റെ ഒരു പങ്ക് ഭഗവാന് സമർപ്പിക്കാൻ യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏത് തരത്തിൽ സമ്പാദിച്ചതായാലും ഭിക്ഷ എടുത്തിട്ട് വാങ്ങിയാലും ഏത് തരത്തിൽ ഉണ്ടാക്കിയാലും വേണ്ടില്ല, അത് പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഉപയോഗിക്കണം. അതിലൊരു ഭാഗം ദേവന് കൊടുക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. അതാണ് ഇവിടെ. തനിക്കൊന്നുമില്ല, തൻ്റെ അടുത്തൊന്നും എടുത്തിട്ട് ഒരു ഭാഗം കൊടുക്കാനില്ല. എന്നാൽ അത് അയലോക്കത്തു നിന്നും ശേഖരിച്ച് അത് 4 പിടിയേ കിട്ടിയുള്ളൂ, അത് മുഴുവൻ തന്നെ ഭഗവാന് സമർപ്പിക്കാൻ തന്നെ തയ്യാറായി എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഫലേച്ഛയില്ലാതെയാണ് ഭഗവാനെ കാണാൻ പോകുന്നത്. എനിക്ക് ധനം സമ്പാദിക്കണം, ഇല്ല ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിക്കണം, ഭഗവാൻ എന്നെ അനുഗ്രഹിക്കും. ആ സ്വാർത്ഥ താല്പര്യത്തോടെ അല്ല കുചേലൻ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. തികച്ചും ശുദ്ധനായതുകൊണ്ട് വൃദ്ധാനുഷ്ഠാനം ഉപവാസത്തിന് തുല്യ. കാരണം ഇല്ലത്തൊന്നും കഴിക്കാനില്ല, കഴിച്ചിട്ട് വയറ് നിറച്ച് കഴിച്ചതിനോട്ട് നടക്കാനും പറ്റില്ല. എന്തായാലും ഇന്നത്തെ പോലെയുള്ള വാഹന സൗകര്യവുമില്ല. അപ്പം നടന്നു വേണം ദ്വാരകയിലേക്ക് എത്താൻ. അപ്പം അത് എന്തായാലും ഈ തീരുമാനങ്ങളൊക്കെ എടുത്തു പുറപ്പെടുകയും ചെയ്തു. ദ്വാരകയിലേക്കുള്ള വഴി നീളെ ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നടന്നത്. അങ്ങനെ മനസ്സ് നിറയെ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവിടെ എത്തുന്നത് വരെ എന്നാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.